പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഇന്നെനിക്ക് 35 വീക്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനിയിപ്പോൾ ഹോസ്പിറ്റൽ ബാഗൊക്കെ പാക്ക് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ ChatGPTനോട് ചോദിച്ചിട്ട് എന്തൊക്കെയാണ് ബാഗിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതനുസരിച്ചാണ് ഞാൻ ഓരോ സാധനങ്ങളും വാങ്ങിയിട്ടുള്ളത്. ഞാൻ കൂടുതലും മീഷോ ത്രൂ ആണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഡ്രസ്സസ്സാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിൽ കൂടുതലും ഞാൻ വാങ്ങിയിട്ടുള്ളത് ജബലാസ് ആണ്. കാരണം ഈ ഒരു ടൈമിൽ അതാണല്ലോ വേണ്ടത്. പിന്നെ ഞാൻ സ്വാഡൽ ഡ്രസ്സസ് എടുത്തിട്ടുണ്ട്. ജബലാസിൽ തന്നെ ബട്ടൺ വരുന്നതും കെട്ടുന്ന ടൈപ്പും അങ്ങനെ കുറേ ടൈപ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതിലിപ്പം 4 വീതം ഞാൻ വെക്കുന്നുള്ളേ. പിന്നെ അതാ ഈ ഒരു കളർ ജബലാസ് മാത്രം ഞാൻ പുറത്തു നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ബാക്കിയൊക്കെ മീഷോയിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ നാപ്പിയും കൂടെ വരുന്നിട്ടുള്ള കോമ്പോസിറ്റ് ഉണ്ടായിരുന്നു, അതും എടുത്തിട്ടുണ്ട്. ഈ ഡ്രസ്സുകളൊക്കെ തന്നെ ഞാൻ നന്നായിട്ട് നമ്മുടെ ബേബീസിൻ്റെ ക്ലോത്ത്സ് വാഷ് ചെയ്യുന്ന ലിക്വിഡിൽ കഴുകി 3-4 വെയിലത്തുണക്കി അയൺ ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ക്യാപ്പും ഇട്ടണം സോക്സും വരുന്നതാണ് പിന്നീട് എടുത്തിട്ടുള്ളത്. അത് 2 എണ്ണമാണ് വരുന്നത്. ആ 2 ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും അത്യാവശ്യം നമുക്ക് ബേബി വൈപ്സ് ആണല്ലോ, അത് 6 എണ്ണം വരുന്നതാണ്. അതിലിപ്പോൾ ഞാൻ തൽക്കാലത്തിന് 2 എണ്ണേ എടുത്തിട്ടുള്ളൂ. കാരണം ഹോസ്പിറ്റലിൽ അത്രയും മതിയെന്ന് തോന്നുന്നു. അധികം നാളും നമ്മൾ ഹോസ്പിറ്റലില്ലല്ലോ. പിന്നെ വരുന്നത് സ്വാഡിൽസ് ആണ്. ഇത് മസ്ലിൻ ക്ലോത്ത്സ് വരുന്നതാണ്. ഭയങ്കര നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, നല്ല രസമാണ്. അപ്പം അത് ഞാനിപ്പോൾ ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. നിറയെ ഉണ്ട്, പക്ഷെ ഞാൻ 6 എണ്ണം ഇപ്പോൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ബേബി ബ്ലാങ്കറ്റ് എങ്ങാനും തണുപ്പാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 3 എണ്ണം തന്നെ എടുക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഡ്രൈ ഷീറ്റ്സ് ആണ്. അതും 3 എണ്ണമാണ് വരുന്നത്. ആ 3 ഞാൻ എടുത്ത് വയ്ക്കുന്നുണ്ട്. അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ചേഞ്ചിങ് മാറ്റാണ്. ഇത് 3 എണ്ണം വരുന്നതായിരുന്നു. ഞാനിപ്പോൾ തൽക്കാലത്തിന് 2 എണ്ണം എടുത്തിട്ടുള്ളൂ. അത്രയും മതിയാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ വരുന്നത് നമ്മുടെ റിസീവിങ് ടവലാണ്. ഇത് ആക്ച്വലി വേണ്ടിയിരുന്നില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തരുമായിരുന്നു കേട്ടോ. ഇത് ഓൺലൈനിൽ കിട്ടാനിട്ട് ഞാൻ നമ്മുടെ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതായിരുന്നു. നല്ല ക്വാളിറ്റിയാണ്. പിന്നെ നമുക്ക് കോട്ടൺ ക്ലോത്ത്സ് വേണമല്ലോ ബേബീസിന്, അന്നേരം നമുക്ക് കട്ട് ചെയ്തിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അത് നന്നായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് അരി കടിക്കേണ്ടി വരുമെന്ന്, പക്ഷേ അങ്ങനെ ത്രെഡൊന്നും പൊങ്ങുന്നില്ലായിരുന്നു. പിന്നെ അതുകൊണ്ട് അതങ്ങനെ വിട്ടു. പിന്നെ നമുക്ക് അവിടെ കൊടുക്കാനും വേണമല്ലോ തുണി, അങ്ങനെ അതും എടുത്തിട്ടുണ്ട്. പിന്നീടുള്ളത് എനിക്ക് വേണ്ടിയിട്ടുള്ള നൈറ്റിയാണ്. ഫുള്ള് ഫ്രണ്ട് ഓപ്പൺ ബട്ടൺ വരുന്ന നൈറ്റിയാണ്. അത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. 2 എണ്ണം മതിയായിരിക്കുമെന്ന് തോന്നുന്നു, അതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുള്ളൂ. വേറെ ഉണ്ട്, പക്ഷെ ഞാൻ ബാഗിൽ ഇപ്പോൾ 2 എണ്ണം തൽക്കാലത്തിന് എടുക്കുന്നുള്ളേ. പിന്നെ വരുന്നത് ബേബിയുടെ മിറ്റനും സോക്സുമാണ്. അത് ഞാൻ മുന്നേ വയ്ക്കാൻ വേണ്ടി മറന്നുപോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കിട്ടിയപ്പോൾ തന്നെ എടുത്ത് വെച്ചതാണ്. പിന്നെ ഉള്ളത് എനിക്ക് ഫീഡിങ് നമ്മുടെ ഫ്രോക്ക് നൈറ്റിയാണ്. അതും 2 എണ്ണമാണ് ഇപ്പോൾ വയ്ക്കുന്നത് തൽക്കാലത്തേന്. പിന്നെ വീടും ഹോസ്പിറ്റലും തമ്മിൽ അധികം വലിയ വ്യത്യാസമില്ല, 3 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും വേണമെങ്കിൽ വന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് അവിടെ കോട്ടൺ കൊടുക്കണമല്ലോ, അതുകൊണ്ട് അതും 2 എണ്ണം എൻ്റെ അച്ഛൻ്റെ ഒരു മുണ്ട് 2 എണ്ണം എടുത്ത് കഴുകി നീറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നർവേഴ്സും ഫീഡിങ് ബ്രായുമാണ്. അതും ഞാൻ അത്യാവശ്യം വേണ്ടെന്നൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ പാഡ് വേണമല്ലോ, അപ്പം അതും വെക്കുന്നുണ്ട്. പിന്നെ ഇത് ഹോസ്പിറ്റലിലേക്ക് ബെഡ്ഷീറ്റാണ്, അതെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള നമ്മുടെ ഫേസ് വാഷും ഫേസ് ക്രീമും അങ്ങനെ കുറേ ഐറ്റംസാണ്. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയാലും ഇതൊന്നും കൊണ്ടുപോയില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പോവല്ലേ. പക്ഷെ ഞാനിത് നേരത്തെ എടുത്ത് വെച്ച് എങ്ങാനും മറന്നാലോന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പിന്നെ ഇതേപോലെ ഒരു 3 ബാഗുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ വാങ്ങിയതല്ല, നേരത്തെ മുതലേ എൻ്റെ കയ്യിലുള്ളതാണ്. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ഇതിലിരുന്നോളും. അപ്പം കൊണ്ടുവരുന്നവർക്കാണെങ്കിൽ ഈസിയാണ് അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം 3 ബാഗിനകത്താക്കി ഞാൻ സെറ്റാക്കി വെക്കുന്നുണ്ട്. ഷാമ്പും നമ്മുടെ എല്ലാ സാധനങ്ങളും അങ്ങനെ ഇരുന്നോളും കേട്ടോ. പിന്നെ ഇതൊന്നും ഞാൻ ഇപ്പോൾ വാങ്ങിയിട്ടുള്ളതല്ല, ഞാനൊരു 7-ാം മാസം മുതലേ പർച്ചേസ് ചെയ്ത് തുടങ്ങിയതാണ് മീഷോയിലും ഓൺലൈൻ വഴി കേട്ടോ. പിന്നെ അടുത്തായിട്ട് ഞാൻ വെക്കുന്നത് സ്ലിപ്പേഴ്സാണ്, അതും വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹോസ്പിറ്റൽ ഡോക്യുമെൻറ്റ്സ് ആണ് കേട്ടോ. നമ്മൾ ബാംഗ്ലൂർ തൊട്ടുള്ള റിപ്പോർട്ട്സും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ വേറെ ഫയൽ കേട്ടോ, അത് ഹോസ്പിറ്റലിൽ തന്നെയാണ്. പിന്നെ നമ്മുടെ ക്യാരി ബെഡും മൊസ്കിറ്റോ ബെഡും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയും സാധനങ്ങൾ വെക്കാനുണ്ട്, പക്ഷെ അമ്മ പറഞ്ഞ തൽക്കാലത്തിന് ഇത്രയും മതിയെന്ന്. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ള എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.